ഇന്ത്യയിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളൊക്കെ തന്നെയും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അതിപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആയാലും വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയാലും ഇന്ത്യക്കൊപ്പം നിൽക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതോടെ ട്രംപ് പൊടുന്നനെ ഇന്ത്യയിൽ നിന്ന് അകലാൻ തുടങ്ങി. ഇന്ത്യ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇടപെടുകയും ചെയ്തു. പിന്നീടിങ്ങോട്ട് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? പിന്നീട് അതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയെങ്കിലും അമേരിക്ക ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത പ്രകാരം അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് തന്നെ അമേരിക്കയുടെ പെട്ടെന്നുള്ള മനമാറ്റത്തിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ സൈനിക തലത്തിലുള്ള ബന്ധം അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ശരിക്കു പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല, ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യയുടെ ഈ ബന്ധം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ സഖ്യം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് റഷ്യ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് അമേരിക്കയുടെ ഇന്ത്യയോടുള്ള അനിഷ്ടം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഇത് ലുട്നിക് തുറന്നു പറയുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് കൂടുതൽ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതും ബ്രിക്സ് കൂട്ടായ്മയുടെ വളർച്ചയും സഹകരണവും അമേരിക്കയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്നാൽ ഇതേ സമയം ഇന്ത്യ അമേരിക്കയുമായും സൈനികവും വാണിജ്യപരവുമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് അത് ഇഷ്ടമല്ല. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ കൂടുതലായി ഉപയോഗിച്ചത് റഷ്യ ഉപകരണങ്ങളാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചു. കൂടാതെ ഇന്ത്യ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ പരമാവധി ഇന്ത്യൻ രൂപയാണ് ഉപയോഗിക്കുന്നത്. ഇത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയ്ക്കുന്നതിന് വഴിവെക്കും. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ശത്രു അവരുടെ പ്രസിഡന്റ് തന്നെയാണ്. കാലാകാലങ്ങളായി അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് റഷ്യ. എന്നാൽ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്ന്. ട്രംപ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭീകരതയ്ക്കെതിരെ നിരന്തരം പ്രസംഗിക്കുകയും പക്ഷേ തന്റെ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയക്കുകയും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനായി പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കൗൺസിലുമായി കരാറുണ്ടാക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ്, അല്ലാതെ അമേരിക്കയുടെ നേട്ടങ്ങൾക്കല്ല. നിർഭാഗ്യവശാൽ അത് പക്ഷേ ലുട്നിക് അടക്കമുള്ള അമേരിക്കക്കാർ മനസ്സിലാക്കുന്നുമില്ല. ട്രംപ് തന്റെ നേട്ടങ്ങൾക്കായി നിരന്തരം നിലപാടുകൾ മാറ്റുന്നു. അല്ലെങ്കിൽ തന്നെ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമേരിക്കൻ കമ്പനികൾ തന്നെയല്ലേ. ട്രംപ് അധികാരത്തിൽ വന്ന അന്നു മുതൽ തുടങ്ങിയതാണ് ചൈനയോടുള്ള പ്രതികാര നടപടികൾ. ഈ നിലപാടും എപ്പോൾ വേണമെങ്കിലും മാറും. ഈ അടുത്തിടെ മിഡിൽ ഈസ്റ്റിൽ പോയി ഒരിക്കൽ ഭീകരവാദികളെന്ന് ട്രംപ് തന്നെ വിളിച്ചവരുമായി കൈകൊടുക്കുന്നതും കരാറുകൾ ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അമേരിക്കക്കാർ മാത്രമേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് വേറെയും ചില കാരണങ്ങളുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയുടെ വളർച്ച തന്നെയാണ്. ചൈനയുടെ വളർച്ച കൊണ്ട് തന്നെ അസ്വസ്ഥരായിരിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ കൂടി വളരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഏഷ്യൻ രാജ്യങ്ങൾ ശക്തരായാൽ ഇവരുടെ മേൽക്കോയ്മ ഇല്ലാതാകും. ഇതുകൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും കൃത്യതയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം തിരിച്ചറിയുകയും ചെയ്തു. ഇന്ത്യയെ വളരാൻ അനുവദിച്ചാൽ പിന്നെ അവർക്കൊരിക്കലും അവരുടെ ആധിപത്യം തിരിച്ചു ലഭിക്കില്ല. അതുകൊണ്ടാണ് കിട്ടുന്ന ഓരോ അവസരവും പാശ്ചാത്യ രാജ്യങ്ങൾ പാഴാക്കാത്തതും. ഇന്ത്യയെ സംബന്ധിച്ച് വ്യക്തമായ നയവും ലക്ഷ്യങ്ങളുമുണ്ട്. അത് ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നുമില്ല.